സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി, കുഞ്ഞി അരിയാണ് ഞാൻ എടുത്തത്, 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. 6 മണിക്കൂർ കുതിർത്ത ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. തരിയില്ലാതെ അരച്ചെടുക്കണം. ഒന്നിച്ചരയ്ക്കാതെ എല്ലാതും വേറെ വേറെ അരയ്ക്കണം. അരച്ച കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരികളൊന്നും ഇല്ലാതെയാണ് അരച്ചെടുത്തത്. 8 മണിക്കൂറിന് ശേഷം മാവ് തുറന്നു നോക്കാം. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇനി ഉപ്പ് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം നമുക്ക് ഇത് ആവിയിൽ ചുട്ടെടുക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഈ ദ്വാരമുള്ള പാത്രം കൊണ്ട് മൂടാം. വെള്ളം തിളയ്ക്കുമ്പോൾ മുകളിലേക്ക് വരാത്ത രീതിയിലാണ് വെള്ളം അടിയിൽ വയ്ക്കേണ്ടത്. ഓരോ അപ്പവും ചുട്ടുകഴിഞ്ഞാൽ അടിയിൽ വെള്ളം നോക്കിയാൽ മതി. ഇതുപോലെ ഒരു കഷ്ണം തുണിയെടുത്ത് നനച്ചാണ് വിരിക്കേണ്ടത്. വിരിക്കുന്ന തുണി നേരിയത് മതി. ഇങ്ങനെ നല്ലതുപോലെ വിരിച്ച തുണിയുടെ മുകളിലേക്ക് മാവ് കോരി ഒഴിച്ച് പരത്തി കൊടുക്കാം. ഈ രീതിയിലാണ് ഒഴിക്കേണ്ടത്. ഇങ്ങനെ ഒഴിച്ച ശേഷം ഒരു മൂടി കൊണ്ട് നല്ലതുപോലെ മൂടി വയ്ക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും. ഈ ഇഡ്ഡലി നല്ല സ്വാദുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് തുണി ഇങ്ങനെ മാറ്റി കൊടുക്കാം. കുറച്ച് തണുത്ത ശേഷം മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നും തുണിയിൽ പറ്റിപ്പിടിക്കില്ല. ചൂടോടുകൂടി നമ്മൾ തുണി വലിച്ച് ഊരിയാൽ ചെറിയ രീതിയിൽ തുണിയിൽ പറ്റിപ്പിടിക്കും. ഈ ഇഡ്ഡലിക്ക് പ്രധാനം ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടിയും ചമ്മന്തിയും എല്ലാം കൂടി കഴിക്കുമ്പോൾ ഇഡ്ഡലിയുടെ സ്വാദ് ഗംഭീരം തന്നെ. ഇങ്ങനെ എല്ലാ ഇഡ്ഡലിയും ചുട്ടെടുക്കാം.
ഞാൻ ഇന്നലെ ഇട്ട ചമ്മന്തിയാണ് ഇതിനു വേണ്ടി പൊടിച്ചത്. ആ ചമ്മന്തിയുടെ സ്വാദും ഗംഭീരം തന്നെ. ചമ്മന്തിക്ക് മുന്നേ ഇഡ്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇഡ്ലിപ്പൊടിയും ചമ്മന്തിയും ഈ ഇഡ്ലിയും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോഴറിയാം ഇഡ്ലിയുടെ സ്വാദ്. ഇത് സാധാരണ ഇഡ്ലിയുടെ സ്വാദേ അല്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ സ്വാദ് അറിയൂ. ഇഡ്ലിപ്പൊടിയിൽ അല്പം എള്ളെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ഒഴിച്ചാലും മതി. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.